രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെയും റിവർ വാലി റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനിംഗ് സംഘടിപ്പിച്ചു. പുത്തൻകുരിശ് ഡിവൈഎസ്പി വി.ടി. ഷാജൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിനിലൂടെ ശേഖരിച്ച ഒപ്പുകൾ ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഇൻചാർജ് എ.ഡി.ജി.പി മനോജ് എബ്രഹാമിന് കൈമാറുമെന്ന് ഭാരവാഹികൾ. സാമൂഹിക വിപത്തായ മയക്കുമരുന്ന് ലഹരിക്കെതിരെയാണ് മാർച്ച് 25-ന് പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സിഗ്നേച്ചർ ക്യാമ്പയിനിംഗ് സംഘടിപ്പിച്ചത്. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെയും റിവർ വാലി റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി.ടി. ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ ഒരു വിപത്തിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ജനകീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹങ്ങളും മുന്നോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുപോലെയുള്ള പരിപാടി. നമ്മൾ സാധാരണ പത്രങ്ങളിൽ വായിച്ചു പോകുന്ന അതിഭീകരമായ വാർത്തകൾ വളരെ നിസ്സംഗതയോടുകൂടി മറിച്ച് ഇടുന്നതിന് പകരം ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും എൻ്റെ അടുത്ത വീട്ടിലും ഇനി എൻ്റെ വീട്ടിലും എത്തിച്ചേരും എന്നുള്ള ഒരാശങ്ക വന്നപ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ വിപത്തിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ചെയർമാൻ സാബു കെ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എ.സി. പീറ്റർ സ്വാഗതമർപ്പിച്ചു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി നമുക്കറിയാം ഇന്ന് ലഹരി മാറിയിട്ടുണ്ട്. ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ പോലീസായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് തന്നെ പലപ്പോഴും ഇതുപോലുള്ള ഡ്രഗ്സ് കൈമാറുന്ന ഒരു പ്രദേശമായി മാറണം. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സിയോടും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറോട് സംസാരിച്ചപ്പോൾ വളരെ ഈ മേഖലയിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. MKM സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി അവർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ടാകാം. ചടങ്ങിൽ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണം നടത്തി. ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന വലിയൊരു വിപത്താണ്. ഓരോ ദിവസവും നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ ഇത്തരത്തിലെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നതിന് ഒരു നിയമപരമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം നടത്താൻ കഴിയില്ല. അതിന് നമ്മുടെ കുടുംബവും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ എല്ലാ അംഗങ്ങളും എല്ലാവരും അതിന് അവരവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിൽ അതിനെ കാണണം. നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ സുഷൻ പി.കെ. നന്ദി അർപ്പിച്ചു. സ്റ്റേജിന് സമീപം ഒരുക്കിയ വൈറ്റ് ബാനറിൽ വി.ടി. ഷാജൻ സിഗ്നേച്ചർ നൽകിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഒപ്പുകൾ രേഖപ്പെടുത്തി. ഈ ബാനർ ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഇൻചാർജ് വഹിക്കുന്ന എ.ഡി.ജി.പി മനോജ് എബ്രഹാമിന് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ SHO ഇന്ദ്രരാജ് DS, എക്സൈസ് ഇൻസ്പെക്ടർ ജയൻ AS, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, ഫാദർ ഡോക്ടർ തോമസ് ചകിരിയിൽ, ഡോക്ടർ ബേബി പോൾ, MT പൗലോസ്, കുര്യൻ പുളിക്കൽ, ബാബു പാണക്കാട്ട്, ശശി KR, എൽദോ T പോൾ, സുരേഷ് ചന്തേലി, സാജു ചേന്നാട്ട്, ജോജി മോൻ ചാരുപ്ലാവിൽ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്